UDF സ്ഥാനാർത്ഥികളിൽ ആദ്യം പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥിയായി നജീബ് കാന്തപുരം. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നജീബ് കാന്തപുരം MLA നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വരണാധികാരി പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തെ വിലയിരുത്തി മണ്ഡലത്തിലെ ജനങ്ങൾ തനിക്ക് വോട്ട് ചെയ്യുമെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. UDF സ്ഥാനാർത്ഥികളിൽ ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥിയാണ് നജീബ് കാന്തപുരം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുന്നതിന് മുൻപായി ടൗൺ ജുമാ മസ്ജിദിൽ PVS മുസ്തഫ പൂക്കോയ തങ്ങളുടെ ഖബർസ്ഥാനിൽ UDF നേതാക്കളും പ്രവർത്തകർക്കുമൊപ്പം സിയാറത്ത് നടത്തി. തുടർന്ന് ലീഗ് ഓഫീസിൽ നിന്നും പ്രകടനമായാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. വരണാധികാരി പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹന് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഒരു സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. മുൻ മന്ത്രി നാലകത്ത് സൂപ്പി, KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ്, മണ്ഡലം UDF ചെയർമാൻ MM സക്കീർ ഹുസൈൻ, കൺവീനർ അഡ്വക്കേറ്റ് S അബ്ദുൽ സലാം, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ, ഓർഗനൈസിംഗ് സെക്രട്ടറി AK മുസ്തഫ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി ജനങ്ങൾ പിന്തുണക്കുമെന്നും മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇന്നു മുതൽ ഞങ്ങളുടെ പ്രവർത്തനം UDFന്റെ കമ്മിറ്റി ആസൂത്രണം ചെയ്യുന്ന മുറക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും പെരിന്തൽമണ്ണ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തെ വിലയിരുത്തി തന്നെ ആയിരിക്കും വോട്ട് ചെയ്യുക എന്ന ഉറച്ച ബോധ്യമുണ്ട്. അപ്പം അതുകൊണ്ട് ജനങ്ങളെ സമീപിക്കുന്നതിൽ വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഈ കഴിഞ്ഞ കാലത്ത് എങ്ങനെയാണോ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചത് അതേപോലെ തുടർന്നും ആ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ഉണ്ടാകും എന്ന് മാത്രമാണ് പറയാനുള്ളത്. പാർട്ടിയോട് എനിക്ക് കടപ്പാടും നന്ദിയും ഉണ്ട്. കാരണം ഒരിക്കൽ കൂടി പെരിന്തൽമണ്ണയിൽ തന്നെ എനിക്ക് അവസരം നൽകിയതിന് നന്ദിയുണ്ട്. വിജയപ്രതീക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല വിജയമുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് ജനങ്ങളുടെ പൾസ് പൂർണ്ണമായിട്ടും അറിയാം. ജനങ്ങൾ നൽകുന്ന പിന്തുണ അറിയാം, ജനങ്ങളുടെ സ്നേഹം അറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തോടെ UDFന് വിജയിച്ചു കയറാൻ സാധിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് പെരിന്തൽമണ്ണ. UDF കമ്മിറ്റി തീരുമാനിച്ചത് പ്രകാരമുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുമെന്നും നജീബ് കാന്തപുരം MLA അറിയിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു ദിവസം തന്നെ നജീബ് കാന്തപുരം നാമനിർദ്ദേശ പത്രിക കൂടി സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി കേവലം 19 ദിവസമാണ് പ്രചരണത്തിനുള്ളത്. നജീബ് കാന്തപുരം MLA ഗോദയിലേക്ക് ഇറങ്ങുകയാണ്. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു അത് തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.